ഫിർദൗസ് സഫാരിയുടെ ഇന്നത്തെ യാത്ര കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട് കരുവളത്തെ ശ്രീഹരി എന്ന ശ്രീകുട്ടനെ തേടിയാണ്. നമ്മുടെ ക്യാമറാമാനും കൂടെയുണ്ട്. വിരൽ തുമ്പിൽ വിസ്മയം തീർക്കുന്ന ശ്രീകുട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രീഹരിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ശ്രീഹരിയുടെ പ്രത്യേകത പറയുന്നില്ല, നിങ്ങൾ ഡയറക്റ്റ് കണ്ടിട്ടെന്ന് അറിഞ്ഞോ. ഇതാ കണ്ടോ, ഇതാണ് ശ്രീഹരി. ശ്രീഹരിയുടെ വിരൽ തുമ്പിൽ ആ ബുക്ക് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും നിർത്താതെ ബുക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കഴിവ് ശ്രീഹരിക്കുന്നുണ്ട്. അതിൻ്റെ എത്രയോ റെക്കോർഡുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. ആ റെക്കോർഡിൻ്റെ വിശേഷങ്ങളും ബുക്ക് കറക്കുന്നതും എല്ലാം നമുക്ക് ശ്രീഹരിയോടൊന്ന് ചോദിച്ചറിയാം. ശ്രീഹരി, അപ്പൊ നിന്റെ ഈ കഴിവ് നമ്മളെ വ്യൂവേഴ്സിന് വേണ്ടി പരിചയപ്പെടുത്താൻ വന്നതാണ് കേട്ടോ. അപ്പൊ എത്ര വർഷമായിട്ട് ഇങ്ങനെ കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്? ഏകദേശം ഒരു 2ാം ക്ലാസ് തുടങ്ങിയിട്ടുണ്ടല്ലേ? ഇത് കാണുമ്പോൾ എനിക്കെന്തൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത്, എങ്ങനെ കറക്കുന്നത്. ഇന്ന് ശ്രമിച്ചാലൊന്നുണ്ട്, വെറുതെ പരിചയപ്പെട്ട് നാളെ കടാൻ കഴിയാം. ശ്രീഹരി, ഏതെല്ലാം റെക്കോർഡ്സാണ് ഇപ്പോൾ കിട്ടിയിരിക്കുകയെന്ന് പറയാമോ? എനിക്കിപ്പോ ഇതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2 റെക്കോർഡ്സ് ഉണ്ടല്ലേ? അത് എത്ര മണിക്കൂർ കറക്കി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു? അത് 1 മണിക്കൂറും 3 മിനിറ്റും 12 സെക്കൻഡും. പ്രിയപ്പെട്ട വ്യൂസ്, 1 മണിക്കൂറും 3 മിനിറ്റ് കറക്കിയിട്ടാണ് ഈ റെക്കോർഡ്സ് കിട്ടിയിട്ടില്ലേ. നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഈ പുസ്തകം അല്ലാതെ വേറെ കറക്കാൻ പറ്റും? പുസ്തകം അല്ലാതെ പരന്നിട്ടില്ല പ്ലേറ്റ് അങ്ങനെ പരന്നിട്ടില്ല സാധനം കറക്കും. അപ്പൊ നമുക്ക് പ്ലേറ്റ് കറക്കുന്ന കാണണം. പ്രിയപ്പെട്ടവരെ, ശ്രീകുട്ടൻ ആ പ്ലേറ്റ് കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു സുഖമുണ്ട് കാണാൻ, ഇങ്ങനെ കണ്ടിരിക്കാൻ. എന്തും ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്ലേറ്റ്. ഇതിങ്ങനെ എത്ര മണിക്കൂർ വേണമെങ്കിലും കറങ്ങുന്ന പറയുന്ന ശ്രീകുട്ടൻ. ശ്രീകുട്ടി, 2 വയസ്സിൽ ഇത് തുടങ്ങി എന്ന് പറയുന്നത്? 2ാം ക്ലാസ്സിൽ തുടങ്ങി എന്ന് പറയുന്നത്. അത് തുടങ്ങാനൊരു എന്തോ ഒരു കാരണം വേണ്ടേ? കാരണം ഇങ്ങനെ സ്കൂളിലായാലും വെറുതെ ഇരിക്കുന്ന സമയത്ത് പുസ്തകം കറക്കിയാണ്. അപ്പൊ ആദ്യമൊന്നും ഇങ്ങനെ കറക്കാൻ പറ്റില്ല, വീണ്ടും തുടങ്ങും. എന്നാലും ഇത് കറക്കാനുള്ള ഒരു അല്ലേ, കറക്കി വലിയ കറക്കാരനായിട്ടുണ്ട് ശ്രീകുട്ട. ഇപ്പൊ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയല്ലോ. ഇനിയിപ്പോ അടുത്ത റെക്കോർഡ് നേടേണ്ട ഒരു ശ്രമം ഉണ്ടാ? അടുത്തതിപ്പോ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നോക്കണം എന്നുണ്ട്. അതിന്റെ പരിശ്രമത്തിലാണ്. അപ്പോ വൈകാതെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഞാനിപ്പോ ഡിഗ്രി ചെയ്യുന്നല്ലേ? ഡിഗ്രി എന്ത്? BSc മാത്തമാറ്റിക്സ്. ഏത് കോളേജിലാണ് ഇപ്പൊ ചെയ്യുന്നത്? ഞാനൊരു പടന്നക്കാട് നെഹ്റു കോളേജിൽ. അപ്പൊ കോളേജിൽ ഒരു താരായിരിക്കും അല്ലേ? കോളേജിൽ വേറെ ആരും ഇങ്ങനെ ചെയ്യുന്ന ആരുമില്ലല്ലോ. അപ്പൊ എല്ലാവരും ഇടയിൽ ഒരു ഹീറോ ആണ് അല്ല, വിരൽ തുമ്പിൽ വിസ്മയം തീർക്കുന്ന ഹീറോ. ഇവിടെ ഏതെങ്കിലും വേറെ വെറൈറ്റിയിൽ കറക്കാനൊന്നും ഐഡിയ ഇല്ല? ഇതെന്ന് വെച്ചാല് വിരല് മാറ്റി തിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ വിരല് മാറ്റാൻ കഴിയും. അപ്പൊ അതൊന്നും കണ്ടല്ലോ നമുക്ക്. പ്രിയപ്പെട്ടവരെന്താ വിരല് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാലേ കാണും. അത് ഓരോ വിരലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ബുക്ക് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സുഖമല്ലേ കാണാൻ? ശ്രീകുട്ട, ആ വീട്ടുകാരൊന്നും നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തോ? വീട്ടില് അച്ഛനും അമ്മയും പിന്നെ ഒരു ചേച്ചി വന്നു. ചേച്ചി ഉണ്ടല്ലേ? അച്ഛനും അമ്മയും ചേച്ചി. പ്രിയപ്പെട്ടവരെ, ഇതാണ് ശ്രീകുട്ടന്റെ അച്ഛൻ
അച്ഛൻ്റെ പേരെന്ന് എൻ്റെ പേര് പവിത്രം. പവിത്രൻ. മോൻ്റെ കഴിവിനെ പറ്റി എന്ത് പറയാനില്ലേ? ഇത് പിന്നെ പണ്ട് ചെറുപ്പം മുതലേ ഇങ്ങനെ കറക്കൊണ്ടിരിക്കുന്നതാണ്. പണ്ട് ഒരു 5ാം ക്ലാസ് ആ സമയത്തൊക്കെ ഞാൻ ഗൾഫിലായിരുന്നു. അങ്ങനെ ആ സമയത്ത് ചിലപ്പോൾ നാട്ടിലേക്ക് വരുമ്പോഴേക്കും ഇത് കറക്കുന്ന കാണും. അങ്ങനെ ഞാനിത് ആ സമയത്ത് തന്നെ ഫേസ്ബുക്കിൽ കിട്ടിയിരുന്നു. അപ്പോൾ ഒരുപാട് കമൻസ് ഒക്കെ വന്നു, ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് വിവരങ്ങളെത്തും എന്നൊക്കെ ഒരുപാട് കമൻസ് ഒക്കെ കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹം പോലെ തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ? ആണ് ശ്രീകുട്ട. പിന്നെ കലാപരമായിട്ട് വേറെ ചെയ്യലുണ്ടോ? കലാപരമായിട്ട് പിന്നെ അലാമിക്കളി ഉണ്ട്, പൂരക്കളിയും ഉണ്ട്. അപ്പൊ സകലകലാവല്ല തന്നെ അലാമക്കളി ഉണ്ട്, പൂരക്കളി ഉണ്ട് അല്ലേ? പ്രിയപ്പെട്ടവരെ, ശ്രീകുട്ടന്റെ ആഗ്രഹം പോലെ ഗിന്നസ് റെക്കോർഡിലേക്ക് എത്തട്ടെ. ബ്രദേഴ്സ് സഫാരിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ ബ്രദേഴ്സ് സഫാരി.